സോഷ്യൽ മീഡിയയിലൂടെ വന്നു നിറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദുരന്തങ്ങളുടെ വാർത്തകൾ. അതും വളരെ വിചിത്രവും പൈശാചികവും ആയ ദുരന്തങ്ങൾ. ആത്മഹത്യകളും കൊലപാതകങ്ങളും ദുരൂഹമായ ഇടപാടുകളും രാസലഹരിക്കാരുടെ അഴിഞ്ഞാട്ടവും കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയചകിതരായിരിക്കുന്നു. ഇതിനിടയിൽ ഒരു BSc നേഴ്സിന്റെ അതിദാരുണമായ ആത്മഹത്യാ വാർത്ത കൊഞ്ചിച്ചു വളർത്തിയ 2 പിഞ്ചോമനകളെയും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ പൊട്ടിച്ചിതറിയത്. ഈ യുവതിയും കുഞ്ഞുങ്ങളും ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ പിന്നാമ്പുറം അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി, ഒപ്പം മനസ്സും പിടഞ്ഞുപോയി. അതിന് കാരണക്കാർ ആരൊക്കെ തന്നെ ആയാലും ദൈവം പൊറുക്കില്ല. സാക്ഷര കേരളത്തിൽ എത്രയെത്ര യുവതികൾ അനുദിനം തൻ്റേതല്ലാത്ത കാരണത്താൽ ഇത്തരത്തിൽ ലോകത്തിൽ നിന്ന് പൊലിഞ്ഞു പോകുന്നു. ഒറ്റപ്പെടുത്തലിൻ്റെയും കുത്തിനോവിക്കുന്നവരുടെയും ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ പിന്നെ ഇവർക്ക് കാണുകയുള്ളൂ. ചേർത്ത് പിടിക്കേണ്ടവരും ചേർത്ത് നിർത്തേണ്ടവരും നിന്ദിക്കുകയും പരിഹസിക്കുകയും സ്ത്രീത്വത്തെ ചവിട്ടി മെതിക്കുകയും ചെയ്യുമ്പോൾ ശക്തമായ ദൈവാശ്രയമില്ലെങ്കിൽ അവർ തളർന്നു പോകും നിശ്ചയം. അപ്രതീക്ഷമായി വന്നുപെടുന്ന സാമ്പത്തിക ബാധ്യത, കൂടെ നിർത്തേണ്ട ഭർത്താവിൻ്റെ ഒഴിവാക്കൽ എങ്ങനെ താങ്ങുവാൻ കഴിയും? നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ എടുക്കുവാനും അത് പഠിച്ച് പാസ്സാകുവാനും എടുക്കുന്ന കഠിനാധ്വാനം ചില്ലറയല്ല. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കുവാൻ വേണ്ടി ജീവിക്കുവാൻ തയ്യാറായി ജോലിക്ക് വേണ്ടി കയറിയിറങ്ങിയ സ്ഥലത്ത് നിന്നൊക്കെ തന്നെ ആട്ടിപ്പായിച്ചു. വിശന്ന് തളർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം അവളെ തളർത്തി. കടുത്ത സാമ്പത്തിക സമ്മർദ്ദവും ഒറ്റപ്പെടുത്തലും അവളെ തളർത്തി. അതിനാൽ നാം മനസ്സിലാക്കേണ്ട വലിയ ഒരു കാര്യമുണ്ട്. എല്ലാം കഴിയുമ്പോൾ നാം വൃഥാ വിലപിച്ചിട്ട് കാര്യമില്ല. അയ്യോ, ഇവൾ എന്തിന് ഇത് ചെയ്തു? ഒന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ പരിഹരിച്ചേനെ. ആ കുഞ്ഞുങ്ങളെയെങ്കിലും തന്നിട്ട് പൊയ്ക്കൂടായിരുന്നോ എന്നൊക്കെ. എന്നാൽ അവൾ ജീവിച്ചിരുന്നപ്പോൾ ആശ്വാസത്തിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. അവൾക്ക് മുന്നിൽ ആരും വാതിൽ തുറന്നില്ല. ആരും അവരോട് കരുണ കാണിച്ചില്ല. അങ്ങനെ അവൾ കുഞ്ഞുങ്ങളുമായി മരണത്തിലേക്ക് യാത്രയായി. പ്രിയ സ്നേഹിതരെ, സഹോദരിമാരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തിരിച്ചറിയൂ. ദൈവത്തെ മുറുകെ പിടിക്കൂ. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം നേടിയെടുക്കൂ. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ. മറ്റുള്ളവരുടെ ദോഷങ്ങൾ നിമിത്തം സ്വന്തം ജീവിതം അവസാനിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കൂ.